ഇത് നിയമപരമായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകും. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ജഡ്ജ്മെന്റ് അനുസരിച്ചാണെങ്കിൽ ക്രിമിനൽ കോൺസ്പിറൻസി, ഗൂഢാലോചന, മറച്ചുവെക്കലൊക്കെയാണ് പറയുന്നത്. ഞങ്ങള് ഈ 2025 ഇത് കൊണ്ടുപോയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2025 പ്രശ്നങ്ങളെ കുറിച്ച് യാതൊരുവിധ ആക്ഷേപവും ഇല്ല. കോടതിയെ അറിയിക്കാതെ കൊണ്ടുപോയി എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. 2025 സ്വർണ്ണ നഷ്ടമോ മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ല. നമ്മള് 2019 ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ 2025 കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഞങ്ങൾ കൊണ്ടുപോയത്. ഞങ്ങളതിന്റെ നാൾ വഴിയൊന്നും ഞാൻ പറയാം. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിവാദങ്ങളെല്ലാം വരുന്നത്. ഇപ്പൊ സെപ്റ്റംബർ 20 അയ്യപ്പ സംഘം. സെപ്റ്റംബർ 7 നമ്മുടെ തിരുവാഭരണ കമ്മീഷൻ നേതൃത്വത്തിൽ സന്നിധാനത്തെത്തുകയും ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം ഈ കാര്യം, ഈ ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചെടുത്ത് കൃത്യമായ അതിന്റെ ആകത്തൂക്കം, അതിൽ സ്വർണത്തിന്റെ അളവ് എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. കൃത്യമായി മാസത്തിൽ രേഖപ്പെടുത്തുകയാണ്. വീഡിയോ ചിത്രീകരണം ചെയ്യുകയാണ്. അപ്പോഴാണ് വൈകുന്നേരത്തോടുകൂടി ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം, കോടതിയെ അറിയിക്കണം എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിറ്റേന്ന് രാവിലെ 8 മണിക്ക് തന്നെ സ്പെഷ്യൽ കമ്മീഷണറെ ഈ ഉദ്യോഗസ്ഥർ വിളിക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ട് അയച്ചാൽ മതി എന്ന് പറയുന്നു. റിപ്പോർട്ട് അയച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോ ആ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് അയച്ചാൽ മതി. സ്പെഷ്യൽ കമ്മീഷണർ അപ്പോൾ ഇത് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുപോകത്തില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഉച്ചയോടുകൂടിയാണ്, ഏതാണ്ട് 11:30-12 മണിയോടുകൂടിയാണ് പത്തനംതിട്ടയിൽ നിന്നും ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. ചെന്നൈയിലേക്ക് കൊണ്ടുപോയി 9-ാം തീയതിയോടുകൂടി ചെന്നൈയിലെത്തുന്നു. അവിടെ പ്രോസസ് ആരംഭിക്കുകയാണ്. 9-ാം തീയതി സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. 10-ാം തീയതിയുടെ കോടതി ഇത് നിർത്തിവെക്കാൻ പറയുകയാണ്. എന്നിട്ട് SP ചുമതലപ്പെടുത്തുകയും ചെയ്തു. ദേവസ്വം ബോർഡ് SP ചുമതലപ്പെടുത്തുകയും ചെയ്തു. ദേവസ്വം ബോർഡ് SP ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചു. അപ്പോൾ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. കോടതി അറിയിച്ചില്ല എന്നുള്ളത് തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. 14-ാം തീയതിയോടുകൂടി ബോർഡ് സെക്രട്ടറി നിരുപാധികം കോടതിയോട് മാപ്പ് പറയുന്നു. 14-ാം തീയതി തന്നെ ഇത് മുന്നോട്ട് പോകുവാൻ, ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാൻ, സ്റ്റേ വെക്കേറ്റ് ചെയ്യുകയും മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. അതോടുകൂടി 2025 ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 15-ാം തീയതിയോടുകൂടി ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട 25 ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും തീരുകയാണ്. പിന്നെ എപ്പോഴാണ് വീണ്ടും ഈ വിവാദം വരുന്നത്? എപ്പോഴാണ്? സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം. സെപ്റ്റംബർ 17 എന്നാണ് എന്റെ ഓർമ്മ. കേരളത്തിലൊരു പ്രമുഖ മാധ്യമത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെളിപ്പെടുത്തൽ വരികയാണ്. ശബരിമലയിൽ 4 കിലോയുള്ള 2 താങ്ങുപീഠങ്ങൾ, ദ്വാരപാലക താങ്ങുപീഠക ശില്പങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസിൽ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വിവാദം. ആ വിവാദവും അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അന്നെന്താ പറയുന്നത്? ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണം, സ്വർണ്ണക്കള്ളനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണം. വലിയ വാർത്തയാകുന്നു. അങ്ങനെ വീണ്ടും കോടതി ഇടപെടുകയാണ്. കോടതി വീണ്ടും ആരെ തന്നെ വയ്ക്കുകയാണ്? ദേവസ്വം ബോർഡ് SP തന്നെ വീണ്ടും അന്വേഷണത്തിന് വയ്ക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ശബരിമല അയ്യപ്പ സംഗമമൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാം വലിയ പാനിക്കാണ്, വലിയ ടെൻഷനിലാണ്. കാരണം വലിയൊരു ആരോപണമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥന്മാർക്കും പ്രതിക്കൂട്ടിലാവില്ലേ? അങ്ങനെ SP ഇവിടെ വരുന്നു, പരിശോധിക്കുന്നു, രേഖകളുണ്ടോ, ഇത് സാധനമുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ശബരിമലയിലെത്തി അവിടുത്തെ രേഖകളുണ്ടോ എന്ന് പരിശോധിക്കുന്നു, സ്ട്രോങ് റൂമിൽ പരിശോധിക്കുന്നു, അവിടെയൊന്നും കാണാനില്ല, രേഖയുമില്ല, ഈ സാധനവുമില്ല. പിന്നീട് അവിടുത്തെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ആറന്മുളയിലെത്തി പരിശോധിക്കുന്നു, അതും അവിടെയും രേഖയില്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും പാനിക്കായി നിൽക്കുകയാണ്. ആ സമയത്താണ് 23-ാം തീയതിയോ 24-ാം തീയതിയോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, SP എന്നെ വിളിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു വാസുദേവൻ പോറ്റി ഞങ്ങളുടെ അന്വേഷണ സംഘത്തിലുള്ള ഒരു SIയെ വിളിച്ചിരിക്കുന്നു. ഇത്
ഈ മാധ്യമങ്ങളിൽ കാണുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അത് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്ത് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവര് പെട്ടെന്ന് തന്നെ വാസുദേവൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു. നേരെ അവിടെ വരുന്നു, വെഞ്ഞാറമൂട്ടിലെത്തുന്നു. ദ്വാരപാലക ശില്പങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കുന്നു. അതേ സമയത്താണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മൾ വിളിക്കുകയാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, വിളിക്കുകയാണ്. സർ, കോടതി 2019 ഫയലുകൾ ചോദിക്കുകയാണ്. ആ 2019 ഫയലുകൾ കോടതി ചോദിക്കുന്നു, എന്ത് വേണം? ഈ 2019 ഫയലുകൾ, അപ്പം ഞാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഇത്രയും വലിയൊരു പ്രശ്നമാണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഞാൻ പറയുന്നു, നിങ്ങൾ കൃത്യമായിട്ടത് കോടതി കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് എവിടെ കൊടുക്കുന്നത്? കോടതിയിലേക്ക്. അല്ലല്ല, ഈ ഫയൽ 2019 ഫയൽ കോടതിയിലേക്ക് കൊടുക്കുന്നത്. പീഡമൊക്കെ അറസ്റ്റ് ചെയ്തു. ഈ 2019 ഫയലുകൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ആ 2019 ഫയലുകളിൽ നിന്നാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മെയിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ 2019 നടന്ന കൊള്ളയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പുറത്തു വരുന്നത്. അതുവരെ ആർക്കെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നോ? ഇങ്ങനൊരു കൊള്ള നടന്നുവെന്നോ, ഇങ്ങനൊരു മോഷണം നടന്നുവെന്നോ ആർക്കെങ്കിലും അറിവുണ്ടായിരുന്നോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.